ചോറും കൂട്ടാനും ഉപ്പും തൈരും. ഇത് മൂന്നും കൂട്ടി കുഴക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. എന്താ ടേസ്റ്റ്, സൂപ്പർ സ്വാദ് കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി കൂട്ടാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ടൊന്നും ഓത് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ എന്ന്, പക്ഷെ അല്ല, ഇതിൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പിനാച്ചില്ലേ, അതായത് പച്ചച്ചീരല്ലേ, അത് വെച്ചിട്ടൊരു കൂട്ടാനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമുക്കറിയാമെന്ന്, പക്ഷെ അല്ല കേട്ടോ, ഇതിൻ്റെ അരപ്പ് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ അത് വേവുന്ന നേരം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉഴുന്നും 2 വറ്റൽമുളകുമാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമുറി നാളികേരവും കുറച്ച് ജീരകവും ഇട്ടിട്ട് അതിലേക്ക് ഈ വറുത്ത സംഭവം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപ്പാണ്, അത് ഞാൻ വേറെയാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അത് നമ്മളുടെ ഈ ഒരു ചീര തിളച്ച് വരുമ്പോൾ ഈ വേവിച്ച പരിപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് എന്താ പറയുക മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മളുടെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഉഴുന്നും മുളകും ജീരകവും നാളികേരവും കൂടിയിട്ട് അരച്ച് വെച്ച ഈ ഒരു അരപ്പുണ്ട്, അതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ടാണ് പറയണത് ഈ ഒരു അരപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം അതൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വറുത്തിടാം. ഒന്നുമില്ല, മുളക്, കറിവേപ്പിൻ്റെയും കടുകും മാത്രം. ഇനി നമുക്ക് വേഗം ഒന്ന് ഊണ് കഴിക്കാം. ഇവിടെ ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ 2 പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ കൂട്ടാൻ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കൂട്ടാൻ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോറിനേക്കാളും അധികം എടുക്കുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്കയാണുള്ളത്. അപ്പോൾ നെല്ലിക്ക വെച്ച് കൊടുക്കാം. ഇത് അമ്മാത്ത മുത്തശ്ശി ഉണ്ടാക്കി നല്ല സ്വാദാട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതും കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഏത് കൂട്ടാനാണെങ്കിലും കുറച്ച് ഉപ്പ് ഞാൻ എക്സ്ട്രാ ഇടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൈരും ഒരു 3 സ്പൂൺ തൈരും കൂടിയും ഒളിമ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ലഞ്ച് റെഡി ആയിരിക്കണം. നമുക്ക് വേഗം പോയിട്ട് ഉണ്ണാം. അപ്പോൾ നമുക്കിതാ ഉണ്ണാട്ടോ. ഞാനിവിടെ 2 പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പിലിട്ടതും ഉപ്പേരി ഒന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ചോറും കൂട്ടാനും ഉപ്പും തൈരും ഇത് 3 കൂട്ടി കുഴക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതാ നമ്മൾ കൂട്ടി കുഴച്ചു. ഇനി നമുക്ക് നെല്ലിക്കയാണ് കേട്ടോ. നെല്ലിക്കയുടെ ഒരു കഷ്ണം എടുക്കുക. എന്താ ടേസ്റ്റ്, സൂപ്പർ സ്വാദ് കേട്ടോ. ആഹാ, പൊതുവെ എനിക്ക് ചീരക്കൂട്ടാൻ, മുരിങ്ങയിടല കൂട്ടാൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല സ്വാദുണ്ട്. അടിപൊളി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഒരു അരപ്പ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.